ദീപുവിന് ഒന്നും മനസ്സിലായില്ല. ദീപു കൈയെടുത്ത് പിന്നിൽ കെട്ടി ബാക്കിലേക്ക് ചേർന്ന് ചാരി നിന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്തു. അവൻ്റെ ഞെരിപ്പിടികൊള്ളാൽ കണ്ടപ്പോൾ അരുണമ്മയ്ക്ക് തോന്നി ദീപു ഒരു വലിയ ഗുണ്ടയൊന്നല്ലെന്ന്. ആ മുഖത്ത് ധീരഭാവങ്ങൾ അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ എന്ന്. ആളൊരു രസികനാണെന്ന്. അരുണമ്മ ഇറങ്ങാൻ നേരവും ദീപുവിനെ നോക്കി ആദരവോടെ ഒരു ചിരി സമ്മാനിച്ചു. കപ്പേളയ്ക്ക് മുന്നിലേക്ക് നടന്നിട്ട് ബാഗിൽ നിന്നും ചില്ലറയെടുത്തവളിട്ടു. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും തലിൻ്റെ കുറവുണ്ടായിരുന്ന ഗിരിയേട്ടന് അത് കൊടുത്തല്ലോ മാതാവേ. ആ കണ്ടക്ടറെ കൊണ്ട് കൊടുപ്പിച്ചതാകല്ലേ? അരുണിമ ചോദിച്ചു. എന്തായാലും താങ്ക്സ് മാതാവേ. നടന്നെത്തുമ്പോൾ അരുണിമയുടെ അമ്മ സതി നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ചൊല്ലുകയായിരുന്നു. അരുണിമയുടെ വരവ് കണ്ടപ്പോൾ സതിക്ക് സങ്കടം തോന്നി. ഇന്ന് നെയ്യത്തിന് നേരത്തെ എത്തിയോ? ഇന്നത്തിൻ്റെ ഉന്മേഷം കൂടുതലായിരുന്നു അമ്മേ. അതുകൊണ്ട് കാലിന് കുറവുണ്ടെന്നൊന്നും പോലും തോന്നിയില്ല. എന്താ അത്ര ഉന്മേഷം അച്ചു? സതി എഴുതിരുന്നത് ചോദിച്ചു. ഗിരിയേട്ടനെ തല്ലിയ മഹാനെ ഞാനിന്ന് കണ്ട്. എവിടെ? അത് ഞാൻ പോകുന്ന ബസ്സിലെ കണ്ടക്ടർ. ഡേ, നീ ഇവിടെ നിന്ന് പറയുന്നത് അവൻ കേൾക്കണ്ട. ഇനി അപ്പുറത്തെ കൈ കൂടി ഉണ്ടല്ലോ വിളിക്കാൻ. പിന്നെ ആ ബസ്സിലുള്ള നിന്റെ പോക്കവൻ നിർത്തും. ആ കൊച്ചനെ ഇനി അവൻ പോയി തിരിച്ചു കൊടുക്കാതെ എന്ന ഭാഗ്യം. പക അവൻ ചങ്കിക്കൂടെ നടക്കുന്നുണ്ടാകും എൻ്റെ അച്ചു. പറയുമ്പോൾ ഉണ്ടായ പ്രകാശം പോയി അരുണിമയുടെ മുഖത്ത്. ഗിരിയേട്ടൻ ഇനി അയാളെ പോയി വീണ്ടും തല്ലി പ്രതികാരം തീർക്കുമോ? അരുണിമ ഭയന്നു. അല്ലെങ്കിൽ ഇങ്ങേർക്ക് അറിയാൻ എന്താ പ്രയാസം, അത് കരിങ്കാളിയിലെ കണ്ടക്ടറല്ല എന്ന്. പക്ഷേ എന്നിട്ടും അയാൾ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പേരുകേട്ട ഗുണ്ടൊന്നുമല്ല, എന്നാലും ചങ്കറുപ്പുണ്ട്. അതുകൊണ്ടല്ലേ വീണ്ടും ഇതേ റൂട്ട് ബസ്സിൽ തന്നെ വന്നത്. എന്നാലും ഒന്ന് സൂക്ഷിച്ചെന്നോളം പറയണം നാളെ കാണുമ്പോൾ, അരുണിമ ഉറപ്പിച്ചു. വൈകിട്ട് ബസ് കയറ്റിയിട്ട് ഇറങ്ങി വരുമ്പോൾ ദീപു മഹിയെ ഓണറുടെ അടുത്ത് പോകാൻ വിളിച്ചു. ഞാനില്ല ദീപു ഏട്ടാ, ഇന്ന് പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേയാ. ഞാൻ ചെന്നിട്ട് കേക്ക് മുറിക്കുള്ളൂന്നാ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം ശരിടാ. ദീപു ബൈക്കെടുത്ത് ബസ് മുതലാളി കാർത്തികേയനെ കാണാൻ പുറപ്പെട്ടു. ദീപുവേ, ഡാ സ്റ്റാൻഡ് തട്ടടാ. സ്റ്റാൻഡിൻ്റെ വെളിയിൽ നൈറ്റ് മാത്രം ഓട്ടോയും കൊണ്ടോടാറുള്ള സൈദുക്ക വിളിച്ചു പോകും. ആ. ദീപു സ്റ്റാൻഡ് പെട്ടെന്ന് തട്ടി കൈവീശി താങ്ക്സ് അറിയിച്ച് റോഡിൻ്റെ കയറ്റം കയറി. കയറ്റം കഴിഞ്ഞ് ബൈക്കും കൊണ്ട് ആ റോഡിൽ ഇറക്കമിറങ്ങി വളയവേ പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും അതിവേഗം കടന്നു വരുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദം ദീപു കേട്ടത്. വായുഗുളിക വാങ്ങാനുള്ള വരവ എന്ന ചിന്തയോടെ ദീപു ഇത്തിരി സൈഡിലേക്ക് നീങ്ങുന്നു. എന്നാൽ ആകസ്മികമായി പിറകിൽ വന്ന ബുള്ളറ്റ് ദീപുവിൻ്റെ അരികിലൂടെ ഇരച്ചു പോകുന്ന പോക്കിൽ ബൈക്കിന് പിറകിലിരുന്ന ആളാരോ മുട്ടൻ വെടികൊണ്ട് തലയ്ക്ക് പിൻവശം വീശി. തലയുടെ മൂക്കിൽ അടിയേറ്റ പാടെ വേദന പുളഞ്ഞ കണ്ണുകൾ കീഴ്മേൽ മറിയുന്ന വേളയിൽ പാഞ്ഞുപോയ ബുള്ളറ്റിന് പിറകിലിരുന്ന് പക പൊക്കുന്ന ഗിരി അവൻ്റെ കണ്ണുകളിലൂടെ മറഞ്ഞു. കണ്ണിലേറ്റ ഇരുട്ടിൻ്റെ നിഴലടിയും തലയിൽ കൊണ്ട പ്രഹരവും താങ്ങാൻ കഴിയാതെ ബൈക്കും ദീപവും അവിടെ നടുറൂട്ടിൽ ഒരുമിച്ച് വീണു. കോഴിക്കോടടിക്കാൻ വന്ന നേരത്താണ് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അരുണിമ നോക്കിയത്. മുള്ളുകൾ കൊണ്ട് തീർത്ത വേലിമറവിലൂടെ അങ്ങോട്ട് വന്നെടുത്ത ബുള്ളറ്റിൽ നിന്നും ഗിരി ഇറങ്ങി ആർക്കോ കൈകൊടുത്ത് പിരിയുന്ന രംഗമാണ് പിന്നീട് അരുണിമയുടെ കണ്ണിൽ പതിഞ്ഞത്. വലിച്ചു തീരാറായ സിഗരറ്റ് കുറ്റി ഊതി ലാസ്റ്റ് അത് വലിച്ചെറിഞ്ഞ് മുണ്ട് മടക്കി കുത്തി വരുമ്പോൾ അരുണിമയുടെ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ട് ഗിരി നാവ് മടക്കി കടിച്ചു ചോദിച്ചു. എന്താടി? അതാരാണപ്പോ പുതിയ കോട്ട്? ആരെങ്കിലും ആവട്ടെ, അതിനെ നിനക്കെന്താ? അരുണിമേ, നീ ഒന്ന് പോയി കടനേ. അവനോട് തല്ലുകൂടാൻ നിൽക്കണ്ട എന്ന് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? അല്ല, കൊണ്ടുവിട്ട പുതിയ താരത്തെ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ചോദിച്ചു പോയി, അടുത്ത പണി വല്ലതും ആണോ എന്ന്. അതേ, നീ നിന്റെ പാട് നോക്കി ഇവിടെ ഇരുന്നാൽ മതി. കൂടുതൽ തന്നെ ഉളത്താൻ വരണ്ട, അല്ലെങ്കിൽ നിന്റെ മറ്റേ കാലില്ലേ അത് ഞാൻ തല്ലി പിടിക്കും. കേട്ടോടേ? പിന്നെ പണി അത് നേരാ, അവനിട്ട് ചാമ്പി വരുന്ന വഴിയാ. അത് കേട്ടപ്പോൾ അരുണമ്മയുടെ മുഖം മാറി. ആൾക്കാരുടെ മുന്നിലിട്ട് എൻ്റെ കരണം പുകച്ചില്ലേ അവനിട്ട് കൊടുത്തെന്ന്. അത് കേട്ടപാടെ അരുണമ്മയുടെ തൊണ്ടയാകെ വരണ്ടുപോയി. ഗിരി പിന്നെ ഒന്നും പറഞ്ഞില്ല, അകത്തേക്ക് കയറിപ്പോയി. എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യവും പിന്നെ കിട്ടിയില്ല. ഈശ്വര, അയാളെ ഗിരികേട്ടൻ എന്ത് ചെയ്താവോ? കോഴിക്കോട് അടച്ചു. ആ അമ്മേ, എന്തോ ഓർത്തിട്ടെന്ന മട്ടിൽ അവൾ ഉത്തരം പറഞ്ഞു. നടന്നിട്ടും അങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഇന്ന് പതിവിൽ ഇത്തിരി വൈകി. കരിങ്കാളി പോകുമെന്നെത്തണം. എന്താണ് കണ്ടക്ടർക്ക് പറ്റിയതെന്ന് അറിയണമല്ലോ. ബസ്സിൽ തന്നെ അല്ലാതെ വേറെ ആരോട് ചോദിക്കാനുള്ള പരിചയവും ഇല്ല. എങ്ങനെയോ കപ്പയുടെ വളവിലെത്തി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പിട്ടു. അയാൾക്ക് കാര്യമായി ഒന്നും പറ്റിക്കാണ്ടതേ മാതാവേ എന്ന്. കുമ്പിട്ട് കഴിഞ്ഞതും ബസ് ദൂരെ നിന്ന് വരുന്നത് നോക്കി ആകാംക്ഷയോടെ അരുണിമ കാത്തുനിന്നു. ബസ്സിന്റെ ഡോറിൽ മഹിയില്ല. അപ്പോൾ എന്തോ ഉണ്ട്, അവൾ ഉറപ്പിച്ചു. ബസ് വന്ന് അലച്ചു നിന്നപ്പോൾ അരുണിമ കയറും നേരം അകത്തേക്ക് നോക്കി. മഹിയാണ് അകത്ത് ബാഗും പിടിച്ചു നിന്നിരുന്നത്. അയ്യോ, അപ്പോൾ കാര്യമായി എന്തോ കുഴപ്പമുണ്ടല്ലോ. അരുണിമ അങ്ങനെ വിചാരിച്ചുകൊണ്ട് സീറ്റിൽ പോയിരുന്നു. എന്ത് പണിയാണ് ചേച്ചി ഗിരിയേട്ടൻ കാണിച്ചത്?
സൂചന മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അയ്യോ എന്താണെന്ന് അവൾ പ്രകടിപ്പിച്ചു. നിക്ക്, മഹി യാത്രക്കാർക്കിടയിലേക്ക് നോണ്ടു. തിരക്കൊഴിഞ്ഞപ്പോൾ മഹി വീണ്ടും വന്ന് പറഞ്ഞു, ഇന്നലെ ദീപുവേട്ടൻ മുതലാളിയുടെ വീട്ടിൽ കളക്ഷൻ കൊടുക്കാൻ പോയതാ. പിന്നിലൂടെ വന്ന് തലക്കടിച്ച ആരെങ്കിലും കാണുമോ പെട്ടെന്ന്? ബൈക്കിനോ? അല്ലാതെ പിന്നെ അതെവിടെ വെച്ച് തീർത്തേക്കെന്ന ജോസാറ് പറഞ്ഞതാ. ഇതിപ്പോ സാറ് പിടിച്ച് കുത്തും ഗിരിയേട്ടനാ. അരുണിമയാകെ സൈലന്റായി. എന്നിട്ട് ദീപുവിനെ കുറിച്ചാണ് അവൾ ചോദിച്ചത്. ആരോ കണ്ട് ഭാഗ്യം, വേഗം ആശുപത്രിയിൽ എത്തിച്ചു. കുഴപ്പമൊന്നുമില്ല, ഫുൾ ബോഡി സ്കാനൊക്കെ നോക്കി, നോർമലാ. എന്നാലും ഒബ്സർവേഷൻ ICUലാണ്. നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നാ. സ്റ്റോപ്പിൽ ഇറങ്ങും വരെ അരുണിമ ആകെ ഡള്ളായിരുന്നു. വൃന്ദാവനത്തിൽ ചെന്ന വിവരം ചന്ദ്രേച്ചിയോട് പറഞ്ഞപ്പോൾ ഗിരിയേട്ടന് പ്രാകാൻ ബാക്കിയൊന്നുമില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പെണ്ണെ? ആ കൊച്ചിന് ഒന്നുമില്ലെന്ന് ആ പയ്യൻ പറഞ്ഞില്ലേ? പിന്നെന്താ, ICUവിൽ മാറ്റുമ്പോൾ ഒന്ന് പോയി കാണെങ്കിൽ, എന്നിട്ട് വേണം ഗിരിയേട്ടനെ അടിച്ചു പോയിക്കാൻ. അതിന് ഗിരി അറിഞ്ഞാലല്ലേ കുഴപ്പം. നീ ഇവിടെ വന്നിട്ട് പോയിക്കോ. പോണം, എന്തോ പോകണമെന്ന് തന്നെ ഞാൻ മനസ്സ് പറയുന്നത്. ഇന്നലെ രാത്രി കേട്ടപ്പോൾ എൻ്റെ നെഞ്ചുരുക്കി പോയി. അത് നിന്റെ നെഞ്ചിലാ കണ്ടക്ടർ കയറിയോണ്ടാകും. കാര്യമാണ്, നിനക്ക് അവനോട് എന്തോ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ഓ പിന്നെ ഒന്ന് പോകണമെന്ന്. വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും അരുണവിക്ക് ദീപുവിൻ്റെ ശോഭിത നല്ലപോലെ മിസ് ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ ഗിരിയേട്ടൻ്റെ കണ്ണ് വെട്ടിച്ച് ആശുപത്രിയിൽ പോകണം. മിക്കവാറും ഇപ്പോൾ ഗിരിയേട്ടൻ്റെ പോലീസ് പൊക്കി കാണും. അമ്മ അതേക്കുറിച്ച് പറഞ്ഞു വിളിച്ചുമില്ലല്ലോ. എന്തായാലും മനസ്സാകെ പെരുമുറുകിയിരിക്കുന്നു. നാളെ പോയേ മതിയാകും.